നമസ്കാരം. പാകിസ്ഥാനെ വീണ്ടും വിറപ്പിച്ചു ഇന്ത്യ. ഇന്ത്യയുടെ അസ്ത്ര മാർക്ക് മിസൈൽ അടക്കം റഷ്യയെ പോലുള്ള വലിയ രാജ്യങ്ങളടക്കം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനെ പലപ്പോഴും ഇങ്ങനെ ഇന്ത്യ വിറപ്പിച്ചിട്ടുണ്ട്. മുൻപും ആകാശതന്ത്രങ്ങളാൽ പാകിസ്ഥാനെ മുൻപും വിറപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ. അന്ന് MiG-25 പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന്റെ F-16AS വിമാനങ്ങൾക്ക് കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ അന്നത്തെ അവരുടെ മുൻ വിദേശകാര്യമന്ത്രിയായിരുന്ന ഗോഹർ അയൂബ് ഖാൻ ഒരു ചരിത്രം തന്നെ പറയുകയാണ്. അതായത് 22 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ചരിത്രം. പാകിസ്ഥാന്റെ തന്ത്രപ്രധാന പ്രതിരോധ മേഖലകൾക്ക് മുകളിലൂടെ ഇന്ത്യയുടെ MiG-25 1997 മെയ് മാസത്തിൽ ഒന്ന് പറന്നു. പാക് പ്രതിരോധ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ പകർത്തുക എന്ന ഇന്ത്യയുടെ ദൗത്യവുമായിട്ടായിരുന്നു ആ പറക്കൽ. ശബ്ദത്തെക്കാൾ കുറഞ്ഞ വേഗത്തിൽ ഏകദേശം 65,000 അടി മുകളിലൂടെയാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തികൾക്കുള്ളിൽ മിഗ് കടന്നുപോയത് എന്നുള്ളതാണ്. പ്രതിരോധ മേഖലകളുടെ ചിത്രങ്ങൾ പകർത്തിയ ശേഷം ഇന്ത്യയുടെ കരുത്ത് പാകിസ്ഥാന് മുന്നിൽ തെളിയിച്ചാണ് ആ മിഗ് അവിടെ നിന്ന് അന്ന് മടങ്ങിയത്. അപ്പൊ അതിവേഗ പറക്കലിനൊപ്പം ഒരു ശബ്ദ വിസ്ഫോടനം കൂടി പാകിസ്ഥാന്റെ വായുവിൽ സൃഷ്ടിക്കുന്നു. മിഗ് വിമാനത്തിന്റെ വേഗം മാക് 2 ഉയർത്തിയാണ് ഇതിനായിട്ട് പൈലറ്റ് ഇത്തരത്തിലുള്ള ശബ്ദ വിസ്ഫോടനങ്ങൾ നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ തങ്ങളെ അത് പ്രകമ്പനം കൊള്ളിപ്പിച്ചു എന്നാണ് പാക് വിദേശകാര്യമന്ത്രിയുടെ അഭിപ്രായം. അതോടെ പാകിസ്ഥാന്റെ 16A പോർ വിമാനങ്ങൾ കുതിച്ചെത്തി. എന്നാൽ അപ്പോഴേക്കും ദൗത്യം പൂർത്തിയാക്കി പാകിസ്ഥാന് മുന്നിൽ ഇന്ത്യ, ആ പാകിസ്ഥാന് മുന്നിൽ ഇതാണ് ഇന്ത്യ എന്ന് വെളിപ്പെടുത്തി മിഗ് തിരികെ പറന്നു പോവുകയും ചെയ്തു. പാകിസ്ഥാന്റെ ഒരു പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇത് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. മോദി നൽകിയ ദൗത്യവുമായിട്ട് സർജിക്കൽ സ്ട്രൈക്കിൽ മിറാഷ് 2000 പറന്നതും പാക് ചാര റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് ഏകദേശം 50 മൈൽ ഉള്ളിലാണ് എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ മിറാഷിനെ പിന്തുടർന്നുവെങ്കിലും ഇന്ത്യൻ സൈന്യങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് മുന്നിൽ ഒന്നും ചെയ്യാനാകാത്ത വിധത്തിൽ പിൻവാങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന അസ്ത്ര മാർക്ക് 2 അടക്കമുള്ള കാര്യങ്ങൾ, മിസൈൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് റഷ്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ വാങ്ങിക്കൂട്ടാൻ പോകുന്നു. എന്തുകൊണ്ടായിരിക്കും? കാരണം ഇത്രയേ ഉള്ളൂ. 200 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബിയോണ്ട് വിഷ്വൽ റേഞ്ചിലുള്ള മിസൈലുകൾ അപൂർവമാണ് എന്നുള്ളതാണ് കാരണം. MiG-29, സുഖോയ് 30 എന്നീ റഷ്യയുടെ യുദ്ധവിമാനങ്ങളിൽ അസ്ത്ര മാർക്ക് 2 ഘടിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ള പ്രത്യേകത കൂടി അതിനകത്തുണ്ട്. അപ്പോൾ ഈ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന റഷ്യ ഇപ്പോൾ അവരുടെ മിഗിലും സുഖോയിലും പിടിപ്പിക്കുന്നത് R-77 മിസൈലുകളാണ്. എന്നാൽ R-77 മിസൈലുകൾ കാലഹരണപ്പെട്ട് കഴിഞ്ഞു. ഇതിന്റെ സാങ്കേതിക വിദ്യ എന്ന് പറയപ്പെടുന്ന പഴയതാണ്. ഇന്നത്തെ ആകാശ യുദ്ധങ്ങളിൽ R-77 മിസൈലിന്റെ കുറഞ്ഞ ദൂരപരിധി ഫലപ്രദമല്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് പുതിയ സാങ്കേതിക വിദ്യയും 200 കിലോമീറ്റർ വരെ ദൂരപരിധിയുമുള്ള അസ്ത്ര മാർക്ക് വൻ ഡിമാൻഡിലേക്ക് എത്തപ്പെടുന്നു. അതിനാൽ വൻതോതിൽ അസ്ത്ര മാർക്ക് 2 മിസൈൽ നിർമ്മിക്കുവാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. സുഖോയ് 30, MiG-29 യുദ്ധവിമാന കൂട്ടുകൾ ഉപയോഗിച്ചു വരുന്ന വിയറ്റ്നാം, അൾജീരിയ, ഇറാൻ, വടക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലും അസ്ത്രയ്ക്ക് വലിയ വിപണി തുറന്നു കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് എന്താണ് ഈ അസ്ത്ര മാർക്ക് എന്നുള്ളതാണ്. ശത്രു രാജ്യങ്ങളുടെ പോർ വിമാനങ്ങൾ തമ്മിൽ ആകാശത്ത് കടിപിടി കൂടുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ ഒരു പോർ വിമാനത്തിൽ നിന്നും 50 കിലോമീറ്ററിനപ്പുറമുള്ള മറ്റൊരു പോർ വിമാനത്തിലേക്ക് ഒരു മിസൈൽ അയക്കുമ്പോൾ അത് തൊടുക്കുന്ന പൈലറ്റിന് ലക്ഷ്യം എവിടെയാണ് എന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് പകരം മിസൈലിനോട് ഘടിപ്പിച്ചിട്ടുള്ള റഡാറിന് സന്ദേശം നൽകുകയാണ് ചെയ്യുക. അപ്പോൾ ഈ റഡാർ ആ മിസൈലിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നു. 50 കിലോമീറ്ററിന് അപ്പുറമുള്ള ദൂരപരിധി ലക്ഷ്യമായിട്ട് കുതിക്കുന്ന ഇത്തരം മിസൈലുകളെ ബിയോണ്ട് വിഷ്വൽ റേഞ്ച്, അതായത് നമുക്ക് കാഴ്ചയ്ക്ക് അപ്പുറമുള്ള പരിധിക്കുള്ള മിസൈലുകൾ എന്ന രീതിയിലാണ് ഇവയെ വിളിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ പ്രധാന ആക്രമണകാരിയായിട്ടുള്ള മിസൈൽ എന്ന് പറയപ്പെടുന്ന അസ്ത്ര മാർക്ക് 2 ആണ്. അവ ഇത്തരത്തിലുള്ള ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. കൂടാതെ മിഗ്, റഫാൽ, തേജസ്, സുഖോയ് എന്നീ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ അസ്ത്ര മാർക്ക് 2 ഘടിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ അസ്ത്ര മാർക്ക് 2വിന്റെ ദൂരപരിധി എത്രയാണെന്നോ, അല്ലെങ്കിൽ ദൂരപരിധി എന്ന് പറയപ്പെടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച 200 കിലോമീറ്റർ ആണ്. ആ റഫാലിൽ നിന്നൊരു അസ്ത്ര മാർക്ക് 2 മിസൈൽ അയച്ചാൽ അതിന് 200 കിലോമീറ്റർ അപ്പുറത്തുള്ള പാകിസ്ഥാന്റെ യുദ്ധവിമാനത്തെയോ മിസൈലിനെയോ തകർക്കാൻ കഴിയുമെന്നുള്ള പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അസ്ത്ര മാർക്ക് 2 മിസൈലിന് ഡിമാൻഡ് കൂടുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഈ 200 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് കുതിച്ച് ലക്ഷ്യസ്ഥാനം തകർക്കുന്ന ഒരു സാധനമാണ് ഈ അസ്ത്ര മാർക്ക് 2 എന്ന് പറയപ്പെടുന്ന മിസൈൽ. അപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അടക്കം അന്വേഷണങ്ങൾ പുറത്തു വരുന്നതായിട്ട് അസ്ത്ര മാർക്ക് വികസിപ്പിച്ച കേന്ദ്ര സ്ഥാപനമായിട്ടുള്ള DRDO തന്നെ പറയുകയാണ്. അപ്പൊ അത്തരം
ശേഷിയുള്ള മിസൈലുകൾക്ക് വൻ ഡിമാൻഡാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അസ്ത്ര മാർക്ക് 2 വളരെ വലിയ ആവേശമായിട്ട് മാറുന്നത്. ഇതോടുകൂടി വിദേശത്തെ യുദ്ധവിമാനങ്ങൾ പിടിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിൽ അസ്ത്ര മാർക്ക് 2 രൂപകൽപ്പന ചെയ്യുകയാണ്. DRDO വിദേശ യുദ്ധവിമാനങ്ങളിലെ ഏവിയോണിക്സ് റഡാർ സംവിധാനങ്ങൾ എന്നിവയോട് പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള ഗുണനിലവാരം അത് ഈ അസ്ത്ര മാർക്ക് 2 നൽകാൻ പോകുന്നു. മാത്രമല്ല, ഏകദേശം മണിക്കൂറിൽ 5500 കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന മിസൈലാണ് ഈ അസ്ത്ര. ശബ്ദത്തെക്കാൾ 4.5 മടങ്ങ് വേഗതയിൽ കുതിക്കുന്നതിന് ഇതിന്റെ വേഗത എന്ന് പറയപ്പെടുന്നത് മാക് 4.5 ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ മിസൈലിന് 200 കിലോമീറ്റർ വരെ ദൂരത്തിൽ കുതിക്കാൻ സാധിക്കുന്നത് എന്ന് പറയപ്പെടുമ്പോൾ അസ്ത്ര മാർക്ക് 2 കുതിപ്പ് നിലനിർത്തുവാൻ ഒരു ഇരട്ട പൾസ് മോട്ടോർ സംവിധാനം അടക്കം അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുവാൻ ഇന്ത്യക്കും അസ്ത്ര മാർക്ക് 2 മിസൈലുകൾ ആവശ്യമാണ്. അപ്പൊ അതിനാൽ ഇവ കൂട്ടത്തോടെ നിർമ്മിക്കുവാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഓർഡർ നൽകി കഴിഞ്ഞു. കൂട്ടത്തോടെ ഇവ നിർമ്മിക്കുമ്പോൾ വില കുറയുകയാണ്. ധാരാളം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇന്ത്യയെ ഇത്തരം മിസൈലുകൾ എപ്പോൾ വേണമെങ്കിലും വിതരണം ചെയ്യാൻ ശേഷിയുള്ള രാജ്യം എന്ന നിലയിലുള്ള വിശ്വാസ്യത കൈവരുവാൻ കഴിയും. മാത്രമല്ല, ഇവയുടെയൊക്കെ വൻതോതിലുള്ള നിർമ്മാണം 2026 മധ്യത്തോടെ ആരംഭിക്കാൻ പോകുന്നു. തുടക്കത്തിൽ ഒരു 500 കിലോമീറ്റർ മുതൽ 700 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അസ്ത്ര മാർക്ക് 2 ആ മിസൈലുകൾ ആണ് നിർമ്മിക്കാൻ പോകുന്നത്. അതിനുശേഷം പിന്നീട് 200 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള അസ്ത്ര മാർക്ക് 2 നിർമ്മിച്ചതിന് ശേഷം ഭാരത് ഡൈനാമിക്സും സ്വകാര്യ കമ്പനികളും സംയുക്തമായിട്ട് വീണ്ടും ഇതുപോലത്തുള്ള അസ്ത്ര മാർക്ക് 2 പോലുള്ള മിസൈലുകൾ നിർമ്മിക്കുകയും ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റമോ ലാഴ്സൺ ആൻഡ് ട്രൂബയോ ആയിരിക്കും അസ്ത്ര മാർക്ക് 2 സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിർമ്മാണ പങ്കാളികൾ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇവിടെ അസ്ത്ര മാർക്ക് 2 പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇതുള്ള മിസൈലുകൾ എന്ന് പറയപ്പെടുന്നത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ പലവട്ടം വിറപ്പിക്കുവാൻ ഇന്ത്യക്ക് കഴിയുന്നത്. ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഈ അസ്ത്ര മാർക്ക് പോലുള്ള മിസൈലുകൾ എന്ന് പറയപ്പെടുന്നത് പ്രതിരോധ ശേഷി എന്ന് പറയപ്പെടുന്നത് വളരെ കൂടുതൽ. മാത്രമല്ല, 200 കിലോമീറ്ററുകൾക്ക് അപ്പുറം പതിക്കുവാൻ കഴിവുള്ള കൃത്യമായിട്ടുള്ള ശേഷിയുള്ള ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന രാജ്യം വിറച്ചു പോകുന്നത് ഇന്ത്യയുടെ ഈ ആയുധ ശേഖരങ്ങളിൽ കണ്ടിട്ടാണ്. മാത്രമല്ല, ഇന്ത്യയുടെ അസ്ത്ര മാർക്ക് മിസൈൽ അടക്കമുള്ളവ മറ്റുള്ള രാജ്യങ്ങൾ വാങ്ങാൻ കൂടി തയ്യാറാകുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോൾ ഇതിന്റെ ശേഷി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുക.